ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹ 1-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ സുവിശേഷ പ്രചരണം നടത്തിയത്. തോമാസ് ലീഹായിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചവർ പിന്നീട് സുറിയാനി സഭകൾ എന്നറിയപ്പെടാൻ തുടങ്ങി. ഭാരതത്തിൽ വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഇറാന്റെ ഭാഗമായ പാർത്തിയായാലും തോമാസ് ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തി. AD 52 ഇന്ന് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന മുസിരിസിലാണ് തോമാസ് ലീഹ കപ്പലിറങ്ങിയത്. ഇവിടെ വാണിജ്യാവശ്യങ്ങൾക്കായി തമ്പടിച്ചിരുന്ന യഹൂദരോടാണ് ആദ്യകാലങ്ങളിൽ തോമാസ് ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. കേരളത്തിൽ വിവിധ സഭകൾ സ്ഥാപിച്ച തോമാസ് ലീഹ പിന്നീട് തമിഴ്നാട്ടിലേക്കും തന്റെ സുവിശേഷ വേല വ്യാപിപ്പിച്ചു. AD 72 തമിഴ്നാട്ടിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. തോമാസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം സിറിയയിലെ എഡേസയിലേക്കും അവിടെ നിന്ന് ഇറ്റലിയിലെ ഒർത്തോണയിലേക്കും കൊണ്ടുപോയി സൂക്ഷിച്ചു. തോമാസ് ലീഹായെ കുറിച്ച് പരിമിതമായ പരാമർശങ്ങളെ ബൈബിളിൽ ഉള്ളൂ. എങ്കിലും നമുക്ക് വിശ്വാസദീപം പകർന്നു തന്ന ആ വിശുദ്ധൻ ഭാരതത്തിന്റെ അപ്പോസ്തലനായി അറിയപ്പെടുന്നു. ഇന്ന് തോമാസ് ലീഹായെ പറ്റി ശ്രീ കുര്യൻ തലയോലപ്പറമ്പ് വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നു. ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ലീഹ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ദുഃഖറാന തിരുനാളിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ദുഃഖറാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ഭാരത മണ്ണിൽ തോമാസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ഓർമ്മയാചരണമാണ് ദുഃഖറാന തിരുനാൾ. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ 10-ാം നാൾ പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം പ്രാർത്ഥനാനിരതമായിരുന്ന വിശ്വാസ സമൂഹത്തിനു മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. അങ്ങനെ സഭ സ്വർഗീയമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സഭ എന്ന വാക്ക് യേശുക്രിസ്തുവിന്റെ അധരങ്ങളിലൂടെ നമ്മൾ ആദ്യമായി കേൾക്കുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസാകുന്ന പാറമേൽ യേശു അടിസ്ഥാനമുറപ്പിച്ച സഭ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സമരിയായിലേക്കും ഭൂമിയുടെ അതിർത്തികളിലേക്കും വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്തു സാക്ഷ്യവുമായി ഇന്ത്യയിലേക്ക് വന്ന അപ്പസ്തോലനാണ് ദിദിമോസ് എന്ന് വിളിപ്പേരുള്ള വിശുദ്ധ തോമാസ് ലീഹ. ഇറ്റലിയിലും യൂറോപ്പിലും ക്രിസ്തു വിശ്വാസം എത്തുന്നതിനു മുമ്പ് പത്രോസും പൗലോസും റോമായിൽ എത്തുന്നതിനും മുന്നമേ ക്രിസ്തു സാക്ഷ്യവുമായി ഭാരതത്തിലേക്ക് വന്ന് നമുക്ക് വിശ്വാസ സത്യങ്ങൾ പകർന്നു നൽകുകയും അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന സ്വന്തം വിശ്വാസ പ്രഖ്യാപനത്തെ യാഥാർത്ഥ്യമാക്കി ഭാരത മണ്ണിൽ ജീവരക്തമൊഴുക്കി ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ ശിഷ്യനാണ് വിശുദ്ധ തോമാസ് ലീഹ. AD 52 കൊടുങ്ങല്ലൂരിനടുത്തുള്ള മല്യങ്കരയിൽ കപ്പലിറങ്ങിയ ശ്ലീഹായുടെ 20 വർഷം നീണ്ട സുവിശേഷവൽക്കരണ യാത്ര AD 72 ജൂലൈ 3-ാം തീയതി മൈലാപ്പൂരിനടുത്തുള്ള ചിന്നമലയിൽ വെച്ച് എമ്പ്രാന്തിരിമാരുടെ കുന്തമുനയാൽ അവസാനിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തോമാസ് ലീഹായെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലും മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലും ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിലും യേശു തന്റെ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിലാണ്. തന്നോട് കൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുമായി യേശു തെരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ മത്തായി സുവിശേഷത്തിൽ തോമസ് 7-ാമനും മർക്കോസ് ലൂക്കാ സുവിശേഷങ്ങളിൽ തോമസ് 8-ാമനുമാണ്. ഈ 3 സുവിശേഷങ്ങളിലും പിന്നീട് ഒരിടത്തും തോമാസ് ലീഹായെ കുറിച്ച് പരാമർശിക്കുന്നതേയില്ല. പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 4 സന്ദർഭങ്ങളിൽ മാത്രമാണ് തോമാസ് ലീഹായെ നമ്മൾ കണ്ടുമുട്ടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ
ലാസറിന്റെ മരണത്തെ സംബന്ധിച്ച സംസാരത്തിനിടയിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ 11:7, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? അപ്പോൾ ദിദിമോസ് എന്ന തോമസ് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഗുരുവിന് വേണ്ടി സ്വന്തം ജീവൻ വരെ ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ശിഷ്യനാണ് തോമാസ് ലീഹ. പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പെസഹ രഹസ്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിനിടയിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ ഹൃദയപരമാർത്ഥമായ നിഷ്കളങ്കതയോടെ തോമസ് പറഞ്ഞു, കർത്താവെ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? മാനവരാശിക്ക് മുഴുവനുമായുള്ള മഹത്തായ രക്ഷാ സന്ദേശം യേശു തോമസിന് വെളിപ്പെടുത്തി. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ ഗോസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ബൈ മീ. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ തുടർന്ന് യഹൂദന്മാരെ ഭയന്ന് അടയ്ക്കപ്പെട്ട മുറികളിലിരുന്ന ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉദ്ധിതനായ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. എന്നാൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അപ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല. ധീരനായ തോമസ് ശിഷ്യ സമൂഹത്തിന്റെ ഏതോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയ തോമസിനോട് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. എന്നാൽ തോമസ് പറഞ്ഞു, അവന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇത് ഒരവിശ്വാസിയുടെ ജൽപ്പനമായി ആരും കാണരുത്. ദൈവാനുഭവത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥ സാക്ഷ്യം നൽകാനാവുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായവന്റെ ഐഡന്റിറ്റി അവന്റെ മുറിപ്പാടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഉദ്ധിതനായ കർത്താവ് തൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളും കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട പാർശ്വവും ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. നമുക്ക് നിത്യരക്ഷ നേടിത്തന്ന ആ മുറിപ്പാടുകളാണ് അവനിൽ നാം കാണേണ്ടത്. എന്തെന്നാൽ വചനം പറയുന്നു, യെശയ്യാ 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. 1 പത്രോസ് 2:24, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിലിരുന്ന ശിഷ്യന്മാർക്ക് മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉദ്ധിതൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ തോമസിന്റെ ഹൃദയ അന്തർഭാഗത്തു നിന്ന് ഉയർന്ന വിശ്വാസത്തിന്റെ നിലവിളിയാണ്, യാഹ്വേ ഇലോഹിം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് തിരുസഭ. ഉദ്ധിതൻ ജീവിക്കുന്നത് സഭയിലാണ്. സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായതിനാൽ കൗദാശിക കൂട്ടായ്മകളിലാണ് നാം യേശുവിനെ അനുഭവിക്കേണ്ടത്. കർത്താവായ ദൈവം എന്നുള്ള പിതാവിന്റെ പേര് തന്നെയാണ് പുത്രനായ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുന്ന തോമാശ്ലീഹയുടെ ദൈവാനുഭവം നമുക്കും പകർന്നു നൽകുന്നു. മത്തായി സുവിശേഷം 16:16 രേഖപ്പെടുത്തിയിരിക്കുന്ന
പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കാളും യോഹന്നാന്റെ സുവിശേഷം 11:27 രേഖപ്പെടുത്തിയിരിക്കുന്ന മർത്തായിയുടെ വിശ്വാസ പ്രഖ്യാപനത്തെക്കാളും ഉന്നതമായ വിശ്വാസ പ്രഖ്യാപനമാണ് പിതാവിനെയും പുത്രനെയും ഒരുപോലെ ഏറ്റുപറയുന്ന തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനമെന്ന് പുണ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ ജീസസ് ഓഫ് നസറത്ത് എന്ന തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാവുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം. ഉദ്ധിതനായ കർത്താവുമായുള്ള തോമസിന്റെ ശ്രേഷ്ഠമായ കൂടിക്കാഴ്ചയായിരുന്നു അത്. അതിനുള്ള പ്രത്യുത്തരമാണ് മൈലാപ്പൂരിലെ ശ്ലീഹായുടെ രക്തസാക്ഷിത്വം. അങ്ങനെ തലമുറകൾക്കവൻ വിശ്വാസികളുടെ പ്രതീകമായി. അവസാനമായി ശ്ലീഹായെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ തിബേരിയാസ് കടലിൽ മീൻ പിടിക്കുന്ന 7 ശിഷ്യന്മാർക്ക് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിലാണ്. ഇവിടെ തോമസിന്റെ പേര് പത്രോസിന്റെ പേരിന് തൊട്ട് താഴെ രണ്ടാമതായാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താഴെ തട്ടിൽ നിന്നും പടിപടിയായി യേശുവിന്റെ ഹൃദയത്തിലേക്ക് ശ്ലീഹ ഉയരുകയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പൊതുവെ 3 വിഭാഗമായി നമുക്ക് കാണാവുന്നതാണ്. ലൂക്കാ സുവിശേഷം 10 അധ്യായത്തിലെ വിവരണം അനുസരിച്ച് ഒന്നാമത്തെ വിഭാഗത്തിൽ 72 ശിഷ്യന്മാർ. അവരെ ചില സന്ദർഭങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾക്ക് മാത്രമായി യേശു നിയോഗിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൽ തന്നോടുകൂടെ എപ്പോഴും ആയിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാർ. മൂന്നാമത്തെ വിഭാഗത്തിൽ ഈ 12 പേരിൽ നിന്നും യേശുവിന് പ്രിയപ്പെട്ടവരായി വേർതിരിക്കപ്പെട്ട പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ. നിയമാവർത്തന പുസ്തകം 18:15 മോശയുടെ പ്രവചന പൂർത്തീകരണമായ താബോർ മലയിലെ യേശുവിന്റെ രൂപാന്തര വേളയിലും ജായിറൂസിന്റെ മകളെ യേശു ജീവനിലേക്ക് ഉയർപ്പിച്ചപ്പോഴും ഗത്സമനയിലെ യേശുവിന്റെ പ്രാർത്ഥനാ വേളയിലും ഈ 3 ശിഷ്യന്മാർ മാത്രമേ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. യേശുവുമായുള്ള നമ്മുടെ ഹൃദയ ബന്ധത്തിൽ നാം ഓരോരുത്തരും ഇതിലേത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെന്ന് സ്വയം ഒന്ന് വിലയിരുത്താം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനമായി ഭാരതത്തിൽ വന്ന് വിശ്വാസ ദീപം തെളിച്ച വിശുദ്ധന്റെ സാക്ഷ്യം ജീവിത വഴികളിൽ ഏവർക്കും ഭക്തിയും വിശ്വാസവും പകരട്ടെ എന്നാശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.